വിഷ്ണു അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഭഗവാന് ധാരകോരി ഒഴിക്കാൻ വന്നതാ. സത്യാമ്മ വന്നത് ബിഗ് ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാ. വെള്ളം കുടിക്കേ. സത്യമേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഷാലിനി, മകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി വഴിപാടിന്റെ ഭാഗമായിട്ട് പിച്ച തണ്ടാനിരിക്കുകയായിരുന്നു. നിന്നോടും എന്റെ അർജുനോടും ഒക്കെ ഇവര് ചെയ്തത് തേച്ചാലും മാച്ചാലും എന്റെ മനസ്സിൽ നിന്ന് പോയില്ല. കണ്ടപ്പോ എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഇത്രയും കാശും സ്വത്തും ഒക്കെ ഉള്ളൊരു സ്ത്രീ പിച്ച തെണ്ടാനൊക്കെ ഇരിക്കാന്ന് വെച്ചാ അതിന്റെ കുറച്ചിലാർക്കാ? നിങ്ങൾ മക്കൾക്കും മരുമക്കൾക്കുവാ. എന്ത് വഴിപാടിന്റെ പേരിലായാലും നിങ്ങൾ നോക്കാഞ്ഞിട്ട് വന്നിരിക്കാന്നല്ലേ ആളുകൾ പറയൂ. അതുകൊണ്ട് കൂടിയാ മുഖം കറുപ്പിച്ച് ഞാൻ 1-2 പറഞ്ഞത്. എന്നെ അങ്ങനെ നോക്കൊന്നും വേണ്ട. ദാ ഇവളോടുള്ള സ്നേഹ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സത്യമേ, എങ്ങനെയുണ്ട്? തലകറക്കോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്ലിനിക്കിൽ പോവാം. വേണ്ട, വീട്ടിൽ പോയെന്ന് കിടന്ന മാറാവുന്ന ക്ഷീണേ ഉള്ളൂ ശരീരത്തിന്. പക്ഷെ മനസ്സിന്റെ ക്ഷീണം മാറണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം. എഴുന്നേക്ക് സത്യമേ. ഇതിപ്പോ ചന്ദ്രബോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊടുത്ത നോൺ വയലബിൾ വാറണ്ട് കോടതിയിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന തെളിവുകൾ നശിപ്പിക്കുമെന്നൊരു പിടിവള്ളി. അത് സാക്ഷികളെ സ്വാധീനിക്കുമെന്നാവാം, അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ സാക്ഷികൾ കോടതിയിൽ എത്തുന്നതിന്റെ പേരിലുള്ള സംരക്ഷണം കൊടുക്കും എന്നതിലും ആവാം. വിഷ്ണുവിന്റെ മുൻകാല പെറ്റിക്കേസുകൾ ചന്ദ്രബോസ് എടുത്തിട്ട് അലക്കും. ഒരു തികഞ്ഞ കള്ളനെ പൂട്ടാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ എനിക്കിവിടെ ചന്ദ്രബോസിനെതിരെ ചെയ്യേണ്ടി വരും. എന്നാലേ അയാളെപ്പോലൊരു വെരുകിനെ. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വിഷ്ണു ബ്രോയ്ക്ക് ജാമ്യം കിട്ടണം. അതിനായിട്ടിപ്പോ എന്താ വഴി? അതാ ഇപ്പൊ ആലോചിക്കേണ്ടത്. നടപ്പിലാക്കുന്ന കാര്യങ്ങൾ കോടതി പുനഃപരിശോധിക്കുന്നത് പോലെ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള വഴി ഉണ്ടാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിന് വിഷ്ണുവിന്റെ മനസ്സ് മാറണം. അതിനെന്താ മാർഗമെന്ന് നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടത്. എത്ര നിർബന്ധിച്ചിട്ടും അടുക്കുന്നില്ലല്ലോ. ആ ഒരവസ്ഥയിലല്ലേ ആളിപ്പം നിൽക്കുന്നേ. അർജുന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിലല്ലേ എടുക്കുന്ന എഫേർട്ടിനൊരു പ്രയോജനം വരൂ. ഹായ് അങ്കിൾ. ചെന്ന് പറഞ്ഞേക്ക് ഞാൻ ജാമ്യാപേക്ഷയുടെ ഒപ്പിടില്ലെന്നാ. വിഷ്ണു ബ്രോ എന്തൊക്കെയായി പറയുന്നത്? ശാലിനി ബ്രോയെ പുറത്തിറക്കാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ കണ്ണീര് കണ്ടിട്ടെങ്കിലും. അതെ, ആ കണ്ണീരാ എന്നെ ഉടലോട് നിർത്തി അങ്ങ് ദയിപ്പിക്കുന്നേ. അവളെ ഒന്ന് കാണാനോ ഒരു ആശ്വാസമൊക്കെ പറയാനോ നമ്മൾ അമ്മ എന്നെ സമ്മതിച്ചോ? ശാലിനിയൊത്തുള്ളൊരു ജീവിതം നമ്മുടെ അമ്മ എനിക്ക് തരില്ല. പിന്നെ ഞാൻ എന്തിനാടാ ജാമ്യത്തിന് പുറത്തിറങ്ങുന്നേ? ഇത് ലോക്കപ്പ് അതും ലോക്കപ്പ്. എന്നാ പിന്നെ ഇവിടെ തുടർന്ന് തന്നെ നല്ലത്. എടാ നീയാണെങ്കിൽ ഇങ്ങനെയല്ലേ ചെയ്യൂ അല്ലേ? എന്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് പോവാം. പിന്നെ ഈ പേരും പറഞ്ഞ് മേലെ ആരും എന്നെ കാണാൻ വന്നേക്കരുത്. വിഷ്ണു, ഇനി തനിക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? അളിയ,
കൊലക്കയറ് സ്വപ്നം കണ്ടു കിടക്കുന്ന പ്രതിക്ക് ആര് വാദിച്ചാൽ എന്താ, ആര് വാദിച്ചില്ലെങ്കിൽ എന്താ? ആശ നശിച്ചവന്റെ മുന്നിൽ വലിയവനോ ചെറിയവനോ അങ്ങനെ ഒരു ചിന്തയും വരുന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ വിധി. ജീവിക്കണമെങ്കിൽ ശാലിനിയൊത്തുള്ള ജീവിതം, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ സ്വീകരിച്ച് ഏതെങ്കിലും ജയിലിറക്കുള്ളിൽ തീരണോ ഈ ജീവിതം, ഇല്ലെങ്കിൽ തീർക്കും ഞാൻ എന്റെ നശിച്ച ജീവിതം. ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളാ. ഇനി ഇതിലൊരു മാറ്റമില്ല. വിഷ്ണു, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോവാം. സത്യമേ, ശാലിനിയെ കൊണ്ട് പറയിപ്പിക്കാൻ വിഷ്ണു കേൾക്കും. ഞാൻ ആലോചിച്ചിട്ട് ഇത് മാത്രമേ വഴിയുള്ളൂ. സത്യം ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. എത്രയും വേഗം കാര്യങ്ങൾ നടന്ന എല്ലാവർക്കും ഗുണകരമാകുന്ന വിധം എനിക്കെന്റെ ജോലി എത്രയും വേഗം തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നീണ്ടുപോയാ കഷ്ടത്തിലാവുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ വിഷ്ണു തന്നെയാവും എന്നുള്ള കാര്യം ഓർമ്മ വേണം. പിന്നെ ഈ സമയത്ത് പകയും വിദ്വേഷമൊന്നും മനസ്സിൽ വെക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പോ നമ്മുടെ ആവശ്യമാണ്, അങ്ങനെ മാത്രം കരുതുക. അപ്പോൾ എല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റും. സത്യം ആലോചിക്കേ, എന്നിട്ട് സത്യാമ്മ ശാലിനി പോയി എന്ന് കാണാൻ നോക്ക്.